Hello guys, welcome back to Learning C with GC. ഞാൻ ഗോപു ചന്ദ്രൻ. സോ നമ്മൾ ഇന്ന് RRB NTPC CBT1 മാത്സിലെ നാലാമത്തെ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻസ്. ഇതിനു മുൻപുള്ള പാർട്ട് 1, 2, 3 ഒന്നും കാണാത്തവർക്ക് വേണ്ടി ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. A certain sum of money at simple interest എന്നാ പറയുന്നത് 3 വർഷം കഴിയുമ്പോൾ 1512 രൂപയാവും, 4.5 വർഷം കഴിയുമ്പോൾ 1668 രൂപയാകും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോ തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് നമുക്ക് അറിയില്ല. അത് 3 വർഷം കഴിയുമ്പോൾ 1512 രൂപയാകും. 4.5 വർഷം എന്ന് വെച്ചാൽ വീണ്ടും ഒരു 1.5 വർഷം കൂടി കഴിയുമ്പോൾ എന്താകും? 1668 രൂപ അല്ലെ? അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഇവിടെ പ്രിൻസിപ്പൾ എന്താന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ വ്യത്യാസം 1.5 വർഷത്തിന് അവന് കിട്ടുന്ന പലിശ എത്രയാ? വ്യത്യാസം എത്രയാ? 156 അല്ലെ? എത്ര മീൻസ് ഉണ്ട്? 6, 5. അതെ, 1.5 വർഷത്തേക്ക് 1.5 വർഷം കഴിയുമ്പോൾ 156 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം ആകുമ്പോൾ 1.5 വർഷത്തേക്ക് 156 ആണെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ എത്ര രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക പലിശ? 156 × 2 ചെയ്താൽ മതി അല്ലെ? 150, 300, 312 രൂപയായിരിക്കും കിട്ടുന്നത്. 312 രൂപയായിരിക്കും 3 വർഷത്തിലെ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഒരു പക്ഷെ പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1512 മൈനസ് 312 ചെയ്താൽ മതി, 1200 രൂപ. ഇതാണ് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ 1200. പക്ഷെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന ചോദ്യം. നമുക്കറിയാം I = PNR/100 ആണ് അല്ലെ? അപ്പൊ 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 × I/PN ചെയ്താൽ മതി. സോ 100 × 312/1200 × 3 വർഷം. 2 0 ക്യാൻസൽ ആകും. സോ 312/3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 312/3 104/12 എന്ന് കിട്ടും. ഇതിൽ 4 കോമൺ ആയി പോയില്ലേ? 4. അപ്പൊ എന്ത് കിട്ടും? 26/3 എന്ന് കിട്ടും. 26/3% എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. Father can complete a task in 8 days. Son can complete a task in 7 days. അപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ആൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? അച്ഛൻ ഒറ്റയ്ക്ക് 8 ദിവസം കൊണ്ട് തീർക്കും, മകൻ ഒറ്റയ്ക്ക് 7 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ അച്ഛനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1-8 ദിവസങ്ങൾ മാറി മാറിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീരുന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ 8ന്റെയും 7ന്റെയും LCM 56 ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കുക. ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ 8 × 7 56 എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്താ 8 ദിവസം കൊണ്ട് 56 യൂണിറ്റ് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അച്ഛൻ എത്ര യൂണിറ്റ് ചെയ്യുന്നുണ്ടാവും? അച്ഛൻ 56/8 ചെയ്താൽ മതി, 7 യൂണിറ്റ് പെർ ഡേ ആയിരിക്കും. അച്ഛൻ ഒരു ദിവസം 7 യൂണിറ്റ് പെർ ഡേയും മകൻ എന്ത് ചെയ്താൽ മതി? /7 ചെയ്താൽ മതി. 8 യൂണിറ്റ് പെർ ഡേ ആണ് മകൻ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത്. അച്ഛൻ ഒരു ദിവസം കൊണ്ട് 7, മകൻ ഒരു ദിവസം കൊണ്ട് 8. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് ഇവർ എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കും? 7 + 8 15 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കും. 2 ദിവസം കൊണ്ട് 15 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കും. അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കും? 6 ദിവസം കൊണ്ട് 2 × 3 അല്ലെ? 6. ആണെങ്കിൽ 6 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്തിട്ടുണ്ടാവും? 15 × 3 45 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. മനസ്സിലായോ? 2 ദിവസം കൊണ്ട് 15 യൂണിറ്റ് ആണെങ്കിൽ 6 ദിവസം കൊണ്ട് 45 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അച്ഛനല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 7ാമത്തെ ദിവസം ആര്? അച്ഛനാണ് വർക്ക് ചെയ്യുന്നത്. 7ാമത്തെ ദിവസം അച്ഛൻ വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ എത്ര വർക്ക് ചെയ്യും? 45 ഓൾറെഡി ഉണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഒരു 7 യൂണിറ്റ് കൂടി വർക്ക് ചെയ്യുമ്പോൾ 52 യൂണിറ്റ് കംപ്ലീറ്റ് ആകും 7ാമത്തെ ദിവസം. ഓക്കെ, ഇനി എത്ര യൂണിറ്റേ ബാക്കിയുള്ളൂ? ടോട്ടൽ 56 അല്ലേ? ടോട്ടൽ 56 52 കഴിഞ്ഞു, 7 ദിവസം കൊണ്ട് കഴിഞ്ഞു. ഇനി 4 യൂണിറ്റേ ഉള്ളൂ. മകനാണ് ചെയ്യുന്നത്. മകൻ ഒരു ദിവസം 8 യൂണിറ്റ് ചെയ്യും. മകൻ ഒറ്റയ്ക്ക് ഒരു ദിവസം 8 യൂണിറ്റ് ചെയ്യും. അപ്പൊ 4 യൂണിറ്റ് ചെയ്യണമെങ്കിൽ മകൻ എത്ര ദിവസം മതി? പകുതി ദിവസം പോരെ അല്ലെ? 8 യൂണിറ്റ് ആണ് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ 4 ദിവസം കൊണ്ട് ഹാഫ് ഡേ മതി. അപ്പൊ ടോട്ടൽ എത്ര ദിവസം വേണ്ടി വരും?
7 ദിവസം കൊണ്ട് 56 യൂണിറ്റ് ചെയ്യും. പിന്നെ ഒരു ഹാഫ് ഡേ കൊണ്ട് മകൻ ഒരു 4 യൂണിറ്റ് കൂടി ചെയ്യും. അങ്ങനെ എത്ര ചെയ്യും? സോറി 52. 7 ദിവസം കൊണ്ട് 52 യൂണിറ്റ് ചെയ്യും. ബാക്കി ഒരു 4 യൂണിറ്റ് മകൻ അര ദിവസം കൊണ്ട് ചെയ്യും അല്ലെ? അപ്പൊ 56 യൂണിറ്റ് കംപ്ലീറ്റ് ആകും. ടോട്ടൽ എത്ര ദിവസം എടുക്കും? 7 ദിവസം എടുക്കും. 7.5 ഡേയ്സ് എടുക്കും. ഓപ്ഷൻ 2. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. A പ്ലസ് ബി പ്ലസ് സി 17, എ ബി സി 168, എ ബി പ്ലസ് ബി സി പ്ലസ് 7 94. ഇതൊരു ഐഡന്റിറ്റി, ഒരു ട്രിഗണോമെട്രി അല്ല, ഒരു ഐഡന്റിറ്റി ഉണ്ട് ആൾജിബ്രയില്. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc എന്ന് വെച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. നിർത്തിയില്ല, ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഇതാണ്. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3 ഇൻറ്റു 168 ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് കൊടുക്കുക 17 ഇൻറ്റു 17 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എ ബി ഇതിന് 94 എന്ന് കൊടുക്കുക. സോ 17 ഇൻറ്റു 17 സ്ക്വയർ 289 ആണ്. 100 ഇൻറ്റു 94 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 282 അല്ലേ? സോ 17 ഇൻറ്റു 9 മൈനസ് 2 5 അല്ലേ? 7 ഇൻറ്റു 5 17 ഇൻറ്റു 5 എന്ന് കിട്ടും. അപ്പൊ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു എന്ത് കിട്ടും? 17 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 168. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. ഓപ്ഷൻസ് നോക്കുക. യൂണിറ്റ് ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. യൂണിറ്റ് ഡിജിറ്റ് 2130 യൂണിറ്റ് ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അല്ലേ? അപ്പൊ ഇത് ചെയ്യുമ്പോൾ 7 ഇൻറ്റു 5 യൂണിറ്റ് ഡിജിറ്റ് 5 ആണ് വരുന്നത്. 3 ഇൻറ്റു 8 24 യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 4. എവിടെയാ തെറ്റിയത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി 17 ഇൻറ്റു 17 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 94 ആണ്. അപ്പോൾ 289 മൈനസ് 4 3 12 1 ഉണ്ട് 282 തന്നെയാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. 17 ഇൻറ്റു ഇവിടെ 7 അല്ലേ വരുന്നത്? 17 ഇൻറ്റു 7 അല്ലേ? അതാണ് തെറ്റിയത്. 17 ഇൻറ്റു ഇവിടെ 7 ആണ് വരുന്നത്. അതിന് യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 17 ഇൻറ്റു 7 7 ഇൻറ്റു 7 49. 9 ആണ് യൂണിറ്റ് ഡിജിറ്റ്. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. 9 4 13. യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്. അങ്ങനെയാണ് ഓപ്ഷൻ 3 കിട്ടുന്നത്. മനസ്സിലായോ? അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ടതാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം. അപ്പൊ ഈ ഒരു ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ഇതും പ്രോബബിലിറ്റി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയോ എന്നുള്ള ഇത് ശരിക്കും +2 ലെവലിലുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ പലർക്കും ചിലപ്പോൾ ഒരു മനസ്സിലാവണമെന്നില്ല. സോ അപ്പൊ ഇത് എനിക്ക് തീരെ പറയണമെങ്കിൽ അതിനു വേണ്ടി കുറച്ച് സമയം കളയണം. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. അതായത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാക്കുക, അല്ലാത്തവര് പഠിച്ച സെഷൻ കാണാൻ ശ്രമിക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 2 integers are selected at random from first 11 natural numbers. അപ്പൊ 11 നാച്ചുറൽ നമ്പറിൽ നിന്നും നമ്മൾ 2 നമ്പർ സെലക്ട് ചെയ്യാണ്. ആ 2 നമ്പറും കൂടി സം ഓഫ് 2 integers ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പർ ഓഡ് നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? നമ്മൾ ആദ്യത്തെ 11 നാച്ചുറൽ നമ്പറിൽ നിന്ന് 2 നമ്പർ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാണ്. ആ 2 ആഡ് ചെയ്യുന്ന നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്താ? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 ഈവൻ നമ്പർ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. 2 ഓഡ് നമ്പർ കൂട്ടിയാൽ നമുക്ക് എന്ത് തന്നെയാ കിട്ടുക? 2 ഓഡ് നമ്പർ കൂട്ടിയാൽ നമുക്ക് എന്ത് തന്നെയാ കിട്ടുക? ഈവൻ നമ്പർ ആണ് കിട്ടുക. അതാണ് ഇവിടുത്തെ ലോജിക്ക് അല്ലേ? 2 + 2 4, 1 + 1 2, രണ്ടും ഈവൻ നമ്പറാണ്. അപ്പൊ നമുക്ക് ഈവൻ നമ്പർ കിട്ടാൻ 2 ചാൻസ് ഉണ്ട്. 2 ഈവൻ നമ്പർ സെലക്ട് ചെയ്താലും നമുക്ക് ഈവൻ നമ്പർ കിട്ടും. 2 ഓഡ് നമ്പർ സെലക്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ തന്നെ കിട്ടും.
ശരി, 0 മുതൽ 11 വരെ എടുക്കുകയാണെങ്കിൽ എത്ര ഈവൻ നമ്പർ ഉണ്ട്? 5 ഈവൻ നമ്പറും ഉണ്ട്, 6 ഓഡ് നമ്പറും ഉണ്ടാവും. ഉണ്ടാവില്ലേ? നോട്ട് 0, സോറി, 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 മുതൽ 11 വരെ. അപ്പൊ 1 മുതൽ 11, 1 ഇൻക്ലൂഡഡ് ആണ്. 1 മുതൽ 11 വരെ എടുക്കുകയാണെങ്കിൽ 5 ഈവൻ നമ്പർ ഉണ്ടാകും, 6 ഓഡ് നമ്പർ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 2 നമ്പർ, 5 നമ്പറിൽ 2 നമ്പർ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 5c2 ആണ്. 6 2 6c2 ആണ്. 5 ഈവൻ നമ്പറിൽ 2 സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ 5c2. ഈ 5c2 എന്ന് വെച്ചാൽ വാല്യൂ എത്രയാ? 5c2 എന്ന് വെച്ചാൽ 5 × 4/1 × 2 10 ആണ്. അല്ല, 6c2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 6c2 6 × 5/1 × 2 ആണ്, 15 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2 ഈവൻ നമ്പർ 10 രീതിയിൽ സെലക്ട് ചെയ്യാം, 2 ഓഡ് നമ്പർ 15 രീതിയിൽ സെലക്ട് ചെയ്യാം. അതാണ് ചോദ്യം. അങ്ങനെ നമുക്ക് ശരിക്കും എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 10 + 15 രീതിയിൽ സെലക്ട് ചെയ്യാം. ടോട്ടൽ 10 + 15 രീതിയിൽ നമുക്ക് ടോട്ടൽ നമ്പർ സെലക്ട് ചെയ്യാം, ഈവൻ നമ്പർ സമ്മ കിട്ടണമെങ്കിൽ. അതിൽ ഓഡ് നമ്പർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓഡ് നമ്പർ മാത്രം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 15 രീതിയിൽ സെലക്ട് ചെയ്യാം. ഓഡ് നമ്പർ മാത്രം നമുക്ക് 15 രീതിയിൽ സെലക്ട് ചെയ്യാം. ടോട്ടൽ 10 + 15 രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് വെച്ചാൽ 15/10 + 15 ആണ്. സോ 15/25 എന്ന് വരും, 3/5 എന്ന് വരും. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ ആ ഇക്വേഷൻ ഒക്കെ എഴുതി നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. വേണമെങ്കിൽ എഴുതി തരാം. ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. P of A given B എന്ന് വെച്ചാൽ P of A intersection B divided by P of B എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ. പക്ഷെ ഇതും ഇങ്ങനെയും ചോദിച്ചു ഞാൻ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഫോർമുല ഡയറക്റ്റ് ആയിട്ട്. P of A given B യും P of B എന്ന് പറഞ്ഞിട്ട് എന്താണ് P of A intersection B എന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നിവൃത്തിയില്ല, നിങ്ങൾ പ്രോബബിലിറ്റി പഠിക്കാനും വേണം. ഓക്കെ, എന്തായാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇത് പറഞ്ഞുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാതെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു തൂണ്, പില്ലർ ഈസ് ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫസ്റ്റ് പാർട്ട് ഈസ് 1/4 ഓഫ് ദി ഹോൾ, സെക്കൻഡ് പാർട്ട് ഈസ് 4/8 ഓഫ് ദി ഫസ്റ്റ്, തേർഡ് ഈസ് 10. അതായത് ഒരു പില്ലറിന് 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്നു ടോട്ടൽ ലെങ്ത് ഈക്വൽ ടു 4ന്റെയും 8ന്റെയും LCM ഞാൻ 8 യൂണിറ്റ് എടുക്കുന്നു. ടോട്ടൽ 8 യൂണിറ്റ്. അതിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ 8ന്റെ 4/1 ആണ്. 8ന്റെ 4/1 വെച്ചാൽ 2. ഒന്നാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ 8ന്റെ 4/1 ആണ്, എന്ന് വെച്ചാൽ 2 യൂണിറ്റ് ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ ഈ 2ന്റെ 4/8 ആണ്. 2 × 4/8. 2 × 4/8 എന്ന് വെച്ചാൽ 1 യൂണിറ്റ്. ഈ 2ന്റെ 4/8 ഭാഗമാണ് രണ്ടാമത്തെ യൂണിറ്റ്. അപ്പൊ 2 × 4/8 1. അപ്പൊ ഒന്നാമത്തെ ഭാഗം 2 യൂണിറ്റും രണ്ടാമത്തെ ഭാഗം 1 യൂണിറ്റും. അപ്പൊ മൂന്നാമത്തെ ഭാഗം എത്രയായിരിക്കും? ടോട്ടൽ 8 അല്ലേ? ടോട്ടൽ 8 അല്ലേ? അപ്പൊ മൂന്നാമത്തെ ഭാഗം 5 യൂണിറ്റ് ആയിരിക്കും. മൂന്നാമത്തെ ഭാഗം 5 യൂണിറ്റ്. ഈ 5 യൂണിറ്റ് ആണ് 10 മീറ്റർ തന്നിരിക്കുന്നത്. 5 യൂണിറ്റ് 10 മീറ്റർ ആണെങ്കിൽ 8 യൂണിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം 5 × 2 ചെയ്യുമ്പോഴല്ലേ 10 കിട്ടുന്നത്. അപ്പൊ 8 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. ഓപ്ഷൻ 3. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. A man invests 3 different schemes. ഓക്കെ, 6 വർഷത്തേക്കും 10 വർഷത്തേക്കും 12 വർഷത്തേക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. 6 വർഷം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 10% ഇൻട്രസ്റ്റിലും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും, 10 വർഷത്തേക്ക് 12%, 12 ഇയേഴ്സിന് 15%ലുമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ, അയാൾക്ക് കിട്ടുന്ന പലിശ തുല്യമാണെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത മണീന്റെ റേഷ്യോ എന്താ? പ്രിൻസിപ്പലിന്റെ റേഷ്യോ എന്താ? ഇവിടെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. സെയിം ഇൻട്രസ്റ്റ് ആണെങ്കിൽ P1 = P2 = P3. പ്രിൻസിപ്പലിന്റെ റേഷ്യോ എന്ന് വെച്ചാൽ 1/N1R1 = 1/N2R2 = 1/N3R3 ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക. പുതിയതായിട്ട് കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/10 × 12 1/10 × 12 അല്ലല്ലോ. ഒന്നാമത്തെ എന്താ വരുന്നത്? 6 വർഷം 10%, 10 വർഷം 12%. ഇവിടെ 12 × 15 എന്ന് വരും അല്ലേ? 1/60 = 1/120 = 1/12 × 50.
അപ്പൊ എല്ലാത്തിലും നിങ്ങൾ നോക്കിയാൽ 12 കോമൺ ആയിട്ടുണ്ട്. 12 കംപ്ലീറ്റ് വെട്ടിക്കളയാം. എല്ലാത്തിലും 12 കോമൺ ആയിട്ട് വെട്ടിക്കളയാം. അപ്പൊ എന്ത് കിട്ടും? 1/5 1/10 1/15 അല്ലെ? അല്ലെങ്കിൽ 1 1/2 1/3 അല്ലെ? അപ്പൊ കംപ്ലീറ്റ് LCM 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6/2 6/3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 6:3:2 എന്ന് കിട്ടും. 6:3:2 അങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻ സി കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ സെയിം ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. തലകറങ്ങല്ലേ കണ്ടിട്ട്. നല്ല നല്ല ചോദ്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം സിമ്പിൾ ആയിട്ടുണ്ട്, അതും ചെയ്യാം. An article is passing through 2 hands was sold at a total gain 38% on the original price. If the first person sold it at a gain of 15%, then what was the gain percentage of second person? അതായത് 3 ആൾക്കാർ, ഇപ്പൊ ഞാനും ഉണ്ട്, നിങ്ങളുണ്ട്, വേറൊരാളുണ്ട്. ഞാൻ ഇപ്പോ ABC എന്ന് പറഞ്ഞ 3 ആൾക്കാരുണ്ട്. ഓക്കെ, A Bക്ക് കൊടുക്കുന്നു, B Cക്ക് അത് കൊടുക്കുന്നു. ഓക്കെ, B Cക്ക് കൊടുക്കുന്നത് എങ്ങനെ പറഞ്ഞു? ഫസ്റ്റ് പദം A Bക്ക് 15% ലാഭത്തിലാണ് വിൽക്കുന്നത്. A Bക്ക് 15% ലാഭത്തിലാണ് വിൽക്കുന്നത്. B Cക്ക് എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ മൊത്തം പ്രോഫിറ്റ് 38% കിട്ടും. മൊത്തം ശതമാനം 38% കിട്ടും. ഇതാണ് ചോദ്യം. A Bക്ക് 15% ലാഭത്തിൽ വിൽക്കുന്നു, B Cക്ക് X ശതമാനമാണെങ്കിൽ Xന്റെ വാല്യൂ എന്താ? സോ ദാറ്റ് മൊത്തം ലാഭ ശതമാനം 38. അപ്പോ നമുക്കൊരു ഇത് ശരിക്കും ഞാൻ ഒരു രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. ടോട്ടൽ എന്റെ കയ്യിൽ നിന്ന് സിക്ക് കിട്ടുമ്പോൾ 100 രൂപയുടെ സാധനം 138 രൂപയ്ക്കല്ലേ കിട്ടുന്നത് അല്ലെ? ടോട്ടൽ 38% എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 100 രൂപയുടെ സാധനം 138 രൂപയ്ക്കാണ് എഫക്റ്റീവ് ആയിട്ട് വിൽക്കുന്നത്. അതില് ഓക്കെ, ടോട്ടൽ 100 138. ആദ്യത്തെ ആള് 15%. ഈ 15% എന്ന് വെച്ചാൽ 3/20 അല്ലേ? 15% എന്ന് വെച്ചാൽ 3/20. അപ്പൊ ആദ്യത്തെ ആള് 20 രൂപയുടെ സാധനം 23 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ആദ്യത്തെ ആള് 20 രൂപയുടെ സാധനം 23 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, A Bക്ക്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തേതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, നമുക്കറിയാം 20ന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 100 കിട്ടുന്നു. 20 × 5 അല്ലേ 100 അല്ല? അല്ലെങ്കിൽ 100/20 ചെയ്യുമ്പോൾ 5 കിട്ടും. 100/20 ചെയ്യുമ്പോൾ 5 കിട്ടും. അതേപോലെ 138/23 എത്ര? 6 അല്ലേ? 138/23 6. അപ്പൊ രണ്ടാമത്തെ ആള് 5 രൂപയുടെ സാധനം 6 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 5 രൂപയുടെ സാധനം 6 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ ലാഭം എത്രയാ? 1 രൂപയല്ലേ? 5 രൂപയിൽ 1 രൂപയാണ് ലാഭം. പെർസെന്റേജ് കിട്ടണമെങ്കിൽ ×100 ചെയ്താൽ മതി, 20% കിട്ടും. പെർസെന്റേജ് ചെയ്യണമെങ്കിൽ 1/5 × 100 ചെയ്യുക, 20% ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. 0 മുതൽ 52 വരെയുള്ള സംഖ്യകളുടെ ഒറ്റ സംഖ്യയുടെ സമ്മ് എന്താണെന്ന് ചോദ്യം. 0 മുതൽ 52 വരെയുള്ള സിംഗിൾ ഓഡ് നമ്പേഴ്സ്, അതിന്റെ സമ്മ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ടോട്ടൽ ഓഡ് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ട്? 26 ഓഡ് നമ്പർ ഉണ്ടാവും. ടോട്ടൽ 26 ഓഡ് നമ്പർ ഉണ്ടാകും. അതിന്റെ സമ്മ് എന്ന് വെച്ചാൽ നമുക്കറിയാം സം ഓഫ് n ഓഡ് നമ്പേഴ്സ് n² ആണ്. സം ഓഫ് n ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു n² ആണ്. അപ്പൊ 26² ആയിരിക്കും ഉത്തരം. 676 ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്, സിമ്പിൾ ആണ് ആക്ച്വലി. ഓക്കെ, ആഫ്റ്റർ ആഡിങ് 7 ടു എ നമ്പർ, ഒരു സംഖ്യയുടെ കൂടെ 7 ആഡ് ചെയ്ത ശേഷം അതിനെ 5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിനെ 9 കൊണ്ട് ഹരിക്കുക. ആ കിട്ടുന്ന നമ്പറിന് 3 കൊണ്ട് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 12 കിട്ടുമെങ്കിൽ ആ നമ്പർ എന്താണെന്ന ചോദ്യം. കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഒരു നമ്പർ x, അതിനെ നമ്മൾ 7 കൂട്ടി, എന്നിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ 9 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്കൊരു കോഷ്യന്റ്, ഒരു നമ്പർ കിട്ടും. ആ സംഖ്യ, ആ ഒരു കോഷ്യന്റിനെ നമ്മൾ 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, അതിൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. x എന്താണെന്നാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് x + 7 × 5/9 =
12 plus 3 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 15 എന്ന് കിട്ടും. അപ്പൊ x plus 7 എന്ന് വെച്ചാൽ എന്ത് കിട്ടും? 15 into 9/5 equal to 27 എന്ന് കിട്ടും. അപ്പൊ x equal to എന്ത് കിട്ടും? 27 minus 7 ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും. ഓപ്ഷൻ 2. സിമ്പിൾ. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. Numerator of a fraction is less than its denominator by 2. ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും 2 കുറവാണ്. ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ 2 സബ്ട്രാക്ട് ചെയ്യുക, ഡിനോമിനേറ്ററിൽ 2 ആഡ് ചെയ്യുക. അപ്പൊ ഫ്രാക്ഷൻ 1/3 കിട്ടും. അപ്പൊ ആ ഒറിജിനൽ ഫ്രാക്ഷൻ എന്താണെന്നാണ് ചോദ്യം. പലരും ഇത് എക്സ് ഒക്കെ വെച്ച് ചെയ്യാൻ നോക്കും. എക്സും വൈയും വെച്ചിട്ട് അതൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ചെക്ക് ദി ഓപ്ഷൻസ്. ആദ്യം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും 2 കുറവാണ്. നോക്കിയേ, ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും 2 കുറവാണ്. ഇവിടെയോ 2 ആണ് കുറവ്, 4 ആണ് കുറവ്. ഇത് നെഗ്ലക്ട് ചെയ്യാം. ഇവിടെയോ 4 ആണ് കുറവ്, ഇവിടെ ഇത് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ഒന്നെങ്കിൽ ഓപ്ഷൻ 1 ആയിരിക്കും ഉത്തരം, അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കും ഉത്തരം. ഇനി എന്താ പറയുന്നത്? ന്യൂമറേറ്ററിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ന്യൂമറേറ്റർ 1 ആണ്. 1 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ എനിക്ക് നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. 1 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്, അല്ലേ? അപ്പൊ എന്തായിരിക്കും? 1 ആയിരിക്കില്ല ഉത്തരം. ഓപ്ഷൻ എന്തായിരിക്കും? 4 ആയിരിക്കും. കാരണം അവര് പറഞ്ഞ പോലെ ഇപ്പൊ 5 നിന്ന് ഞാൻ 2 സബ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും? 3 കിട്ടും. 7 നിന്ന് ഞാൻ 2 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 9 കിട്ടും. ആണെങ്കിൽ 3/9 എന്ന് വെച്ചാൽ എത്ര കിട്ടുന്നത്? 1/3. അതിനല്ലേ ഒരു ക്വസ്റ്റ്യനും പറയുന്നത് 1/3. അപ്പൊ നിങ്ങൾ ഓപ്ഷന് ക്വസ്റ്റ്യനിലേക്ക് പോയിരിക്കും ബെറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം. എ പ്ലസ് ബി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിമ്പിൾ എന്നിട്ട് ഇതാണ് ഫോർമുല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എക്ക് 0.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിക്ക് 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എക്ക് 0.9ഉം ബിക്ക് 0.1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. ഞാനൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ 0.9 പകരം ഞാൻ 9/10 എന്ന് എഴുതും. 0.1 പകരം എന്ത് എഴുതാം? 1/10 എന്ന് എഴുതാം. അപ്പൊ എ മൈനസ് ബി ഫോർമുലയിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ മൈനസ് ബി പ്ലസ് 1/√AB 9/10 into 1/10 ഇതല്ലേ വരുന്നത്. അപ്പൊ 8/10 പ്ലസ് 1/√9/√100 1/3/10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 8/10 പ്ലസ് 10/3 എന്ന് കിട്ടും. 24 പ്ലസ് 100/30 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ നമുക്ക് 124/30 അല്ലേ കിട്ടുന്നത്? 124/30 ആണല്ലോ കിട്ടുന്നത്. 214/30 അല്ലല്ലോ. 9/10 മൈനസ് 1/10 0.1 1/10 ആണ്, പ്ലസ് 1/√9/100 എന്ന് കിട്ടും. √9 3 ആണ്, 10 ആണ്. അപ്പൊ നമുക്ക് 8/10 പ്ലസ് 10/3 ആണ്. 24 പ്ലസ് 100/30 ആണ്. 124/100 ആണ്. ഇവിടെ ഓപ്ഷനിൽ 214 ആണ് തന്നിരിക്കുന്നത്. തെറ്റല്ലേ? 124/100 ഞാൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ലല്ലോ. സോറി ഇവിടെ ഒരു √a/b കൂടി ഉണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ √a/b എന്ന് പറയുമ്പോൾ എന്ത് വരും? √a/b √9/10 പ്ലസ് 1/10 എന്ന് വരും, അല്ലേ? എന്ന് വെച്ചാ 10 ക്യാൻസൽ ആവും, √9 വരും. √9 എന്ന് വെച്ചാൽ എത്രയാ? 8/10 പ്ലസ് 10/3 പ്ലസ് 3 എന്ന് വരും. ഒരു 3 കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഒരു 3 കൂടി എക്സ്ട്രാ വരും. അപ്പൊ എന്ത് വരും? 124 പ്ലസ് 90/30 എന്ന് വരും. 214/30 എന്ന് വരും. അപ്പൊ ഓപ്ഷൻ 2 കിട്ടും. അപ്പൊ ഓപ്ഷൻ എന്ത് കിട്ടും? 2 കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ABC of a triangle are in arithmetic progression. Arithmetic progression എന്ന് വെച്ചാൽ തന്നെ മനസ്സിലാക്കുക 30, 60, 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾസ്. arithmetic progression എന്ന് വെച്ചാൽ 30, 60, 90. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ABC. ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി.
ഇനി M is a point on BC such that AM is perpendicular to BC. നമുക്കറിയാം AC എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ടു BC ആണ് അല്ലെ. AC എന്ന് വെച്ചാൽ ട്രയാങ്കിൾ പെർപെൻഡിക്കുലർ ടു BC ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ AM പെർപെൻഡിക്കുലർ ടു BC എന്നാ പറയുന്നത്. AM പെർപെൻഡിക്കുലർ ടു BC എന്ന് വെച്ചാൽ M ഉം C ഉം ഒരേ പോയിന്റ് ആണ്. അതാണ് സംഭവം. M ഉം C ഉം എന്തായിരിക്കണം? സെയിം പോയിന്റ് ആയിരിക്കണം. M ഉം C ഉം ഒരേ പോയിന്റ് ആയിരിക്കണം. എങ്കിൽ എന്താവുള്ളൂ? പെർപെൻഡിക്കുലർ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ BM by AB എന്താണെന്നാ ചോദ്യം. BM by AB എന്ന് വെച്ചാൽ BC by AB എന്താ നോക്കിയാൽ മതി. BC by AB നോക്കിയേ. BC എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇത് ആക്ച്വലി സൈൻ തീറ്റ അല്ലേ, സൈൻ 30 അല്ലേ. BC by AB എന്ന് വെച്ചാൽ നമുക്ക് സൈൻ ഒന്നെങ്കിൽ സൈൻ 30 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് cos 60. രണ്ടും കണക്ക് തന്നെയാണ്. BC by AB, BM by AB എന്ന് വെച്ചാൽ BC by AB അതൊന്നെങ്കിൽ സൈൻ 30 അല്ലെങ്കിൽ cos 60. രണ്ടിന്റെയും വാല്യൂ എന്താണ്? 1/2 ആണ്. വാല്യൂ എന്ന് വെച്ചാൽ 1/2 ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. A equal to B square by B minus A തന്നിട്ടുണ്ട്. അപ്പൊ A into B minus A equal to B square എന്ന് എഴുതാം. AB minus A equal to B square എന്ന് എഴുതാം. A square. Or AB equal to A square plus B square എന്ന് എഴുതാം. Or A square plus B square minus AB equal to 0 എന്ന് കിട്ടും. ഇനി A cube plus B cube എന്താണെന്നല്ലേ ചോദ്യം. നമുക്കറിയാം A cube plus B cube എന്ന് വെച്ചാൽ A plus B into A square plus B square minus AB ആണ് ഫോർമുല. A cube plus B cube എന്ന് വെച്ചാൽ A plus B into A square plus B square minus AB ആണ്. അതിൽ A square plus B square minus AB 0 അല്ലേ. അപ്പൊ A cube plus B cube ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ 3. അടുത്ത ചോദ്യം. In triangle ABC, right angle at C, angle A equal to angle B. അതായത് ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ അറ്റ് C എന്നാ പറയുന്നത്. ആദ്യം നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ABC റൈറ്റ് ആംഗിൾ അറ്റ് C. ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആണ്. അപ്പൊ തന്നെ മനസ്സിലാക്കുന്നത് ഒരു ഐസോസ്ലെസ് റൈറ്റ് ആംഗിൾ ആണ്. ഐസോസ്ലെസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ രണ്ട് ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. രണ്ടാംഗിളും 45 ഡിഗ്രി. ആണെങ്കിൽ സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി. അതായത് സൈൻ എ എന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും? സൈൻ 45 ആണ് അല്ലെ. സൈൻ 45 ആണ്. ദാറ്റ് ഈസ് 1/√2 ആണ്. അതുപോലെ കോസ് എ എന്ന് വെച്ചാൽ എന്താ? അതും കോസ് ബിക്ക് ഈക്വൽ ആണ്. കോസ് 45 ആണ്. അതും തന്നെയാണ് 1/√2. അപ്പൊ സൈൻ എ ഇൻറ്റു സൈൻ ബി പ്ലസ് കോസ് എ ഇൻറ്റു കോസ് ബി ഈക്വൽ ടു എന്ത് കിട്ടും? 1/2 പ്ലസ് 1/2 1 എന്ന് കിട്ടും. ഓപ്ഷൻ 3. അടുത്ത ചോദ്യം. %40 of A minus B equal to 20% of A plus B. 14 20 cancel ചെയ്യുക. 2 into A minus B equal to A plus B എന്ന് കിട്ടും. 2A minus 2B equal to A plus B എന്ന് കിട്ടും. Or A equal to 3B എന്ന് കിട്ടും. Or B equal to 1/3A എന്ന് കിട്ടും. B equal to 1/3A. 1/3A നമുക്ക് 1/B എന്ന് വെച്ചാൽ എന്താ? 1/3 ടൈംസ് A എന്നല്ല അർത്ഥം അല്ലെ. പെർസെന്റേജിൽ പറയുകയാണെങ്കിലോ, പെർസെന്റേജിൽ B ഈക്വൽ ടു 1/3 into 100 ചെയ്താൽ മതി. അത്രയും പെർസെന്റേജ് ആയിരിക്കും. പെർസെന്റേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 1/3 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B ഇൻ ടേംസ് ഓഫ് A പെർസെന്റേജിൽ കിട്ടും. ഓപ്ഷൻ 3. അടുത്ത ചോദ്യം. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 9:11 ആണ്. 2 numbers are in the ratio 9:11. ഇതൊന്ന് 4 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ റേഷ്യോ എന്ത് കിട്ടി? 7:9. 7:9. അപ്പൊ നോക്കിയേ, 9 - 7 2 യൂണിറ്റ്, അല്ലെങ്കിൽ 11 - 9 2 യൂണിറ്റ് ആണ്. അവർ എത്ര തന്നിരിക്കുന്നു? 4 തന്നിരിക്കുന്നത്. 2 യൂണിറ്റ് 4 ആണെങ്കിൽ 1 യൂണിറ്റ് ഈക്വൽ ടു 2 അല്ലേ. 1 യൂണിറ്റ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദീസ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 9 + 11 ദാറ്റ് ഈസ് 20 യൂണിറ്റ് ആണ്. 20 യൂണിറ്റ്. ഒരു യൂണിറ്റ് 2 ആണെങ്കിൽ 20 യൂണിറ്റ് എന്ന് വെച്ചാൽ എത്രയാ? 20 × 2 40 ആയിരിക്കും. 40. ഓപ്ഷൻ 2. ഓക്കെ അല്ലേ.
അടുത്ത ചോദ്യം. Vikas spent 80% of his salary. His salary is increased by 25%. Expenditure increased by 15%. What is the percentage increase in savings? അതായത് ഇൻകം എന്ന് വെച്ചാൽ നമുക്കറിയാം എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടി ചേർന്നതാണ്. ഇൻകം എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചറും സേവിങ്സും. സപ്പോസ് വികാസ് എന്ന് പറയുന്ന വ്യക്തി 100 രൂപയാണ് അയാൾക്ക് ശമ്പളം കിട്ടുന്നതെങ്കിൽ അയാള് 80% എന്ത് ചെയ്യും? ചെലവാക്കും, സ്പെൻഡ് ചെയ്യും. ബാക്കി 20 രൂപയാണ് അയാൾ സേവ് ചെയ്യുന്നത്. അയാളുടെ സാലറി 25% കൂട്ടി. 25% കൂട്ടി എന്ന് വെച്ചപ്പോ സാലറി ഇൻകം 125 രൂപയെന്ന് വിചാരിക്കാം. അപ്പൊ 80ന്റെ 15% എക്സ്പെൻഡിച്ചറും കൂടും. 15% എക്സ്പെൻഡിച്ചർ കൂടുക. 18ന്റെ 15% എന്ന് വെച്ചാൽ എത്രയാ? 12 അല്ലേ? അപ്പൊ 92 ആവും. 18ന്റെ 15% കൂടാന്ന് വെച്ചാൽ 12 രൂപയാണ് കൂടുന്നത്. 92 രൂപയാണ് അയാളുടെ എക്സ്പെൻഡിച്ചർ. അങ്ങനെ അയാളുടെ സേവിങ്സ് എത്രയായിരിക്കും? സേവിങ്സ് എന്തായിരിക്കും? 125 മൈനസ് 92 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 125 മൈനസ് 92 33 രൂപയാണ് അയാളുടെ സേവിങ്സ്. അയാളുടെ സേവിങ്സ് എന്ന് വെച്ചാൽ 33. ശരിയല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ സേവിങ്സ് എന്താണെന്ന് നോക്കിയേ. എത്ര രൂപ സേവിങ്സ് കൂടിയിരിക്കുന്നു? 13 രൂപയല്ലേ കൂടിയിരിക്കുന്നു? 20 ആയിരുന്നു ഒറിജിനൽ സേവിങ്സ്. ഇപ്പൊ 13 രൂപ ഇൻക്രീസ് ചെയ്തു. പെർസെന്റേജ് കിട്ടണമെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 13 × 5 65 ആയിരിക്കും. അയാളുടെ 65% ആയിരിക്കും സേവിങ്സ് ഇൻക്രീസ് ചെയ്യുന്ന. ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം. വീണ്ടും പ്രോബബിലിറ്റി. 5 പേരുണ്ട്, ABCDE. അതില് 3 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. ആ 3 പേരെ സെലക്ട് ചെയ്തതിൽ എനെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്താണ്? 5 പേരിൽ 3 പേരെ ഒരു ട്രേഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി ഡെലിഗേഷൻ, ഒരു ഇലക്ഷന് വേണ്ടിയിട്ടോ ഒരു ടീമായിട്ടോ എങ്ങനെയെങ്കിലും 5 പേരിൽ 3 പേരെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അതിൽ ഓൾറെഡി എ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി, എ സെലക്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ നമുക്കറിയാം 5 പേരിൽ 3 പേരെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കോമ്പിനേഷൻ 5C3 ആണ്. എന്ന് വെച്ചാൽ 5 × 4 × 3/1 × 2 × 3. അപ്പൊ എന്ത് കിട്ടും? 10. മൊത്തം 10 വേസിൽ സെലക്ട് ചെയ്യാം. അതിൽ ഓൾറെഡി എ സെലക്ട് ചെയ്തിട്ടുണ്ട്. 3 പേരിൽ എ എന്ന് വെച്ചാൽ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 പേരെ എങ്ങനെ സെലക്ട് ചെയ്യാം? 4 പേരിൽ 2 പേരെ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. മൊത്തം 5ൽ 3 പേരെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 10 രീതിയിൽ സെലക്ട് ചെയ്യാം. അതിൽ എ എന്ന് വെച്ചാൽ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി 4 പേരിൽ 2 പേരെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 4C2 4 × 3/1 × 2 6 രീതിയിൽ സെലക്ട് ചെയ്യാം. ആണെങ്കിൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എന്ത് വരും? 6/10 എന്ന് വരും, അല്ലെങ്കിൽ 3/5 എന്ന് കിട്ടും. ഓപ്ഷൻ 1. ഓക്കെ. ഇനി ചിലപ്പോൾ അവർ ചോദിക്കും എ സെലക്ട് ചെയ്യാൻ പാടില്ല, അതിന്റെ പ്രോബബിലിറ്റി എന്താണെന്നായിരിക്കും ചോദിക്കും. എ സെലക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ചോദ്യമെങ്കിലോ എ ഈസ് നോട്ട് സെലക്ടഡ്. എ നോട്ട് സെലക്ടഡ് എന്നാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചതെങ്കിലോ അപ്പൊ നിങ്ങൾ 4 പേര് കൺസിഡർ ചെയ്താൽ മതി അല്ലെ? ടോട്ടൽ 10 രീതിയിൽ സെലക്ട് ചെയ്യണം. അതിൽ എനെ ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ബാക്കി 4 പേരിൽ 3 പേരായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ബാക്കി 4 പേരിൽ നിങ്ങൾ 3 പേരെ സെലക്ട് ചെയ്യണം അല്ലെ? അപ്പൊ 4 × 3 × 2/1 × 2 × 3 ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പൊ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? 4/10 ആയിരിക്കും, അല്ലെങ്കിൽ 2/5. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. 3/5 ആണെങ്കിൽ എ സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ 1 - 3/5 ചെയ്താൽ മതി, 2/5 കിട്ടും. ഒന്നും കൺഫ്യൂഷൻ ആവണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രോബബിലിറ്റിന്റെ ഉത്തരം 3/5. ഓക്കെ, അടുത്ത ചോദ്യം. കോട്ട് 10 ആദ്യം തന്നെ മനസ്സിലാക്കണം. ഈ കോട്ട് 19 എന്ന് വെച്ചാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? കോട്ട് 19 tan 71 ഈക്വൽ ആയിരിക്കും അല്ലെ? ഓൾസോ കോട്ട് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ sec² 69 sec² തീറ്റ എന്ന് വെച്ചാൽ എന്താ? 1/cos² തീറ്റയാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്കിത് ജസ്റ്റ് ചെയ്യാം.
കോട്ട് 19 ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു കോട്ട് 71 ഇൻറ്റു കോസ് സ്ക്വയർ 21 പ്ലസ് കോട്ട് 19 ബൈ ടാൻ 71 ഇൻറ്റു 1 ബൈ സീക്ക് സ്ക്വയർ 69 എന്ന് കിട്ടും. ഇനി കോട്ട് 19ഉം കോട്ട് 71ഉം റെസിപ്രോക്കലാണ്. കോട്ട് 19 എന്ന് വെച്ചാൽ ടാൻ 71 ആണ് അല്ലെ. കോട്ട് 19 എന്ന് വെച്ചാൽ എത്രയാ? ടാൻ 71 ആണ്. അപ്പൊ ടാൻ 71ഉം കോട്ട് 71ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ എഫക്റ്റീവ് നിങ്ങൾക്ക് ഇവിടെ കോസ് സ്ക്വയർ 21 മാത്രമേ വരുള്ളൂ. അതേപോലെ ഇവിടെയും കോട്ട് 19ഉം ടാൻ 71ഉം ക്യാൻസൽ ആകും. 1 ബൈ സീക്ക് സ്ക്വയർ 69 എന്ന് വരും. എന്ന് വെച്ചാൽ കോസ് സ്ക്വയർ 21 പ്ലസ് സീക്ക് 1 ബൈ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കോസ് സ്ക്വയർ 69 എന്ന് എഴുതാം. അപ്പൊ കോസ് സ്ക്വയർ 21 പ്ലസ് ഇനി കോസ് സ്ക്വയർ 61 എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ 21 ആണ്. കോസ് സ്ക്വയർ 69 എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ 21 ആണ്. അപ്പൊ വിച്ച് ഈസ് ഓഫ് ദി ഫോം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അത് 1 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഫോർമുലാസ് അറിയില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഫോർമുലാസും ഐഡന്റിറ്റീസ് ഒക്കെ പഠിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. അടുത്ത ചോദ്യം. Anisha purchased a TV 4/5 of the selling price and sold it at 4% more than initial selling price. What is Anisha's gain percentage? അതായത് ഇനിഷ്യലി സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ ഇനിഷ്യൽ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ ഒരു 100 രൂപയാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അനീഷ അത് വാങ്ങുന്നത് 4/5 ഓഫ് ദി സെല്ലിംഗ് പ്രൈസ് ആണ്. 4/5 ഓഫ് ദി സെല്ലിംഗ് പ്രൈസ് ആണ്. എന്നിട്ട് 80 രൂപയ്ക്കാണ് അനീഷ ഒരു TV വാങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് 4% കൂട്ടി വിറ്റു. 100ന്റെ 4% കൂട്ടി വിറ്റു എന്ന് വെച്ചാൽ പുതിയ SP എന്ന് വെച്ചാൽ എത്രയാ? 104. ഓക്കെ, പുതിയ SP എന്ന് വെച്ചാൽ 104. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ അനീഷ എന്താ ചെയ്യുന്നത്? 80 രൂപയ്ക്ക് വാങ്ങിയിട്ട് 104 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ലാഭശതമാനം എത്രയായിരിക്കും? എത്ര കൂടിയിരിക്കുന്നു? 24 രൂപയല്ലേ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 80 രൂപയില് 24 രൂപയാണ് പ്രോഫിറ്റ്. പെർസെന്റേജ് കിട്ടണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 30% എന്ന് കിട്ടും. ഓപ്ഷൻ 1. അടുത്ത ചോദ്യം. ഫൈൻഡ് ദി ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 5, 6, 8, 9, 12. 5, 6, 8, 9, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ അതെന്തായിരിക്കണം? 13ന്റെ മൾട്ടിപ്പിൾ കൂടിയായിരിക്കണം. ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എനിക്കിവിടെ 5 എന്നുള്ളൊരു കാര്യം മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ. കാരണം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന ഒറ്റ ഓപ്ഷൻ കൂടി ഉള്ളൂ. ഓപ്ഷൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന ഓപ്ഷൻ 1 മാത്രമല്ലേ ഉള്ളൂ അല്ലെ? 1 യൂണിറ്റ് ഡിജിറ്റ്. സോ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. കാരണം ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 ആയിരിക്കും, റിമൈൻഡർ 2 ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ 5 കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഡിവിസിബിൾ ആണ്. 5 കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഡിവിസിബിൾ ആണ്. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 ആണ് കിട്ടുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. 5 + 2√3 by 2 - √3. അത് ഈ ഒരു ടേംസിൽ നമ്മൾ എത്തിക്കണം. അപ്പൊ എന്ത് ചെയ്യുക? കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 2 + √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 2 + √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 5 × 2 10 വരും, പ്ലസ് 5√3 വരും, പ്ലസ് 2√3 × √3 വരും, പ്ലസ് 2√3 × 2 വരും, ഹോൾ ഡിവൈഡഡ് ബൈ a + b × a - b 2² - √3² എന്ന് വരും. അപ്പൊ 10 + 5√3 + 6 + 4√3 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 16 + 9√3 എന്ന് കിട്ടും. 16 + 9√3. അവിടെ തന്നിരിക്കുന്നത് x + y√3 എന്നല്ലേ? x + y√3 എന്നല്ല. അപ്പൊ x ന്റെ വാല്യൂ എത്രയാ? 16, y ന്റെ വാല്യൂ 9. ഓപ്ഷൻ 4. അടുത്ത ചോദ്യം. പിന്നെ പാരലലോഗ്രാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു പാരലലോഗ്രാം വരയ്ക്കുക. ഇതാണ് നമ്മുടെ ബേസ്, ഇതാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ട്വൈസ് ദി ബേസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ബേസ് ഞാൻ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് 2x ആണ്. ഏരിയ എന്ന് വെച്ചാൽ 288. ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ എന്ന് വെച്ചാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്.
ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് ആണ് ഒരു പാരലോഗ്രാമിന്റെ ഏരിയ. അപ്പൊ നമുക്ക് x ഇൻറ്റു 2x ഈക്വൽ ടു എന്ത് കിട്ടും? 288 എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 144 കിട്ടും. എക്സ് ഈക്വൽ ടു 12 കിട്ടും. ചോദ്യം ആൾട്ടിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദ്യം. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 2x ആണ്. അപ്പൊ 2 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 24 കിട്ടും. ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ചോദ്യം. ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് 8 സെന്റിമീറ്റർ. അപ്പൊ തന്നെ മനസ്സിലാക്കാം, ഐസോസ്ലെസ് ആണെങ്കിൽ അതിന്റെ റേഷ്യോ എങ്ങനെ വരിക? ഒരു ഐസോസ്ലെസ് ട്രയാംഗിളിന്റെ റേഷ്യോ 1:1:√2 ആണ്. ഒരു ഐസോസ്ലെസ് ട്രയാംഗിളിന്റെ റേഷ്യോ 1:1:√2. ഈ √2 നമുക്ക് വേണമെങ്കിൽ എക്സ് നൽകുക. എക്സ് √2x. ഈ √2x ആണ് 8 തന്നിരിക്കുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 8/√2 ആയിരിക്കും അല്ലെ? സോ 8/√2. ഞാൻ ഇവിടെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 8√2/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4√2. എക്സിന്റെ വാല്യൂ 4√2. ഇനി ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു 4√2 ഇൻറ്റു 4√2. സോ 16 ഇൻറ്റു 2/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 16 എന്ന് കിട്ടും. ഓപ്ഷൻ 1. ഓപ്ഷൻ 1. അടുത്ത ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കുക. ഈ 3 നമ്പറിനും ഏതോ ഒരു നമ്പർ, ബിഗ്ഗസ്റ്റ് നമ്പർ, അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ കിട്ടണമെങ്കിൽ ആ നമ്പർ, ആ ഒരു ബിഗ്ഗസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ സംഖ്യ വെച്ച് ഡിവൈഡ്, ഇത്രേ ഉള്ളൂ. അതായത് ഈ 3 ഏത് വലിയ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് സെയിം റിമൈൻഡർ കിട്ടുന്നത്. അതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? HCF ഓഫ്, അതാണ് അതിന്റെ കൺസെപ്റ്റ്. HCF ഓഫ് ഓരോന്നിന്റെയും ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അതായത് 3739 മൈനസ് 2270, അതേപോലെ 6677 മൈനസ് 2270, 6677 മൈനസ് 3739. ഇതിന്റെ LCM കണ്ടുപിടിച്ച, HCF കണ്ടുപിടിച്ച ഉത്തരവ്. അപ്പൊ HCF ഓഫ് 1469 2938 4407. ഓക്കെ, ഇതിന്റെ HCF എന്ന് വെച്ചാൽ എന്താണ്? എല്ലാത്തിനും കോമൺ ആയിട്ട് 1469 പോകും. അതായിരിക്കും ഉത്തരം. അതായിരിക്കും ഉത്തരം. ഓക്കെ, അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. 3 നമ്പറിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതിന്റെ HCF കണ്ടുപിടിക്കുക, അതായിരിക്കും ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ എന്ത് വരുന്ന ചോദ്യം? ഇവിടെ എന്ത് വരുന്നാണ് ചോദ്യം? ഇവിടെ എന്ത് വരും? സിമ്പിൾ അല്ലേ? ഇത് 2 സ്ക്വയർ ഉണ്ട്, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ, 8 സ്ക്വയർ, 9 സ്ക്വയർ. അപ്പൊ ഇതെന്തായിരിക്കും? 10 സ്ക്വയർ, ദാറ്റ് ഈസ് 100. സിമ്പിൾ. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം ടേബിൾ ഷോസ് 2 കുട്ടികൾ, രാജിന്റെയും രോഹിത്തിന്റെയും മാക്സിമം മാർക്കും തന്നിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിന്റെ ഇൻഡിവിജ്വൽ മാർക്കും തന്നിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ പെർസെന്റേജ് ഓഫ് അഗ്രഗേറ്റ് മാർക്ക്, പെർസെന്റേജ്, ടോട്ടൽ പെർസെന്റേജ് മാർക്സിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കും. രാജിന്റെ ടോട്ടൽ എത്ര വരുന്നത്? 5 2 7 14 15 16 1 4 4 12 156 വരുന്നത്. രാജിന്റെ ടോട്ടൽ 156 ഔട്ട് ഓഫ് എത്ര? 200 അല്ലെ? രോഹിത്തിന്റെ ടോട്ടൽ എത്രയാണ്? 5 5 10 18 1 4 5 4 10 158 വരുന്നത് ഔട്ട് ഓഫ് 200. അപ്പൊ രാജിന്റെ പെർസെന്റേജ് എത്ര വരുന്നത്? രാജിന്റെ പെർസെന്റേജ് 156/200 into 100 ചെയ്താൽ പോലെ അല്ലെ? അപ്പൊ എത്ര കിട്ടും? 156/2 ചെയ്യുമ്പോ 78 കിട്ടും. 78 അല്ലേ കിട്ടുന്നത്? അതിൽ രോഹിത്തിന്റെ ആണെങ്കിലോ പെർസെന്റേജ് എത്ര? രോഹിത്തിന്റെ പെർസെന്റേജ് 158/200 into 100 ചെയ്യുമ്പോൾ 158/2 ചെയ്യുമ്പോൾ 79 ആണ് കിട്ടുന്നത്. 79. സോ അവരുടെ വ്യത്യാസം എത്ര വരുന്നത്? 1% അല്ലേ? ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം. ഇതുപോലെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ബീഹാർ, കാശ്മീർ, പഞ്ചാബ് 2015 മുതൽ 18 വരെയുള്ള ഗോതമ്പ് എന്താ പറയുന്നത്, ഗോതമ്പിന്റെ പ്രൊഡക്ഷൻ
ഉൽപാദനം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് ഇൻ ഓൾ 3 സ്റ്റേറ്റ്സ് ടുഗദർ 2015ഉം 2016. 2015 ടോട്ടൽ എത്ര കിട്ടുന്നു? അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. 10 1 7 8 8 14 19 അല്ലേ കിട്ടുന്നത്. 2015 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 7 5 12 18 19 ആണ് കിട്ടുന്നത്. 2016 എത്രയാണ് കിട്ടുന്നത്? 2016 7 7 14 6 20. അപ്പൊ വ്യത്യാസം എത്രയാണ് വരുന്നത്? 1 അല്ലേ വരുന്നത്? ഓപ്ഷൻ 2. അത്രേ ഉള്ളൂ. സോ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിയേ, കാണുമ്പോ ഒരു ടഫ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നില്ല. അതായത് ഒരു പെന്റഗൺ അല്ലെ, ഒരു പെന്റഗൺ 2 ട്രയാങ്കിളിന് ഈക്വൽ ആണ്. ഈ 2 ട്രയാങ്കിളോ 4 സർക്കിളിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെന്റഗൺ പ്ലസ് ഒരു ട്രയാങ്കിൾ എത്രയായിരിക്കും? ഒരു പെന്റഗൺ പ്ലസ് ഒരു ട്രയാങ്കിൾ. ഒരു പെന്റഗൺ എന്ന് വെച്ചാൽ എത്രയാ? 4 സർക്കിൾ അല്ലെ. 2 ട്രയാങ്കിളിന് 4 സർക്കിൾ ആണെങ്കിൽ ഒരു ട്രയാങ്കിളിന് 2 സർക്കിൾ. അപ്പൊ മൊത്തം 6 സർക്കിൾ ഉണ്ടാവും. മൊത്തം 6 സർക്കിൾ ഓപ്ഷൻ 4. 6 സർക്കിൾ ഓപ്ഷൻ 4. ക്ലിയർ ആണോ? സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മുടെ ഈ ഒരു പാർട്ട് 4ഉം കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 29-30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ.